ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകണം. എർലങ്കൻ എന്ന് പറഞ്ഞ സിറ്റിയിലെ ക്രിസ്മസ് മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ 4:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം വെട്ടമൊക്കെ കുറഞ്ഞു വരുവാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേനും മിക്കവാറും ഇരുട്ടാവും. പക്ഷെ ഭയങ്കര തണുപ്പുമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം മൂടി പുതച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. എന്നാൽ ശരി, ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. സാധാരണ ജർമ്മനിയിൽ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കാണാൻ കിട്ടാറേ ഇല്ല. പക്ഷേ ക്രിസ്മസ് മാർക്കറ്റ്, ബിയർ ഫെസ്റ്റിവൽ, ഇങ്ങനത്തെ ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടല്ലോ, നല്ല തിരക്കായിരിക്കും. ആദ്യം തന്നെ പിള്ളേരോട് ഈ ഐസ് സ്കേറ്റിങ്ങിൻ്റെ സ്ഥലത്തോട്ടാണ് വന്നത്. അത് കണ്ടപാടെ പിന്നെ അതിൽ കയറണമെന്ന് പറഞ്ഞ് ബഹളമായി. ഇതെല്ലാ വർഷവും ഇവിടെ ഉള്ളതാണേ. അതിനു വേണ്ടിയിട്ടുള്ള ഷൂസും നമുക്ക് ഇവിടുന്ന് റെൻറ്റിനെടുക്കാം. കുട്ടികളുടെ ഷൂ സൈസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഷൂസ് നമുക്ക് അവർ തരും. ഷൂസിന് 4.5 യൂറോ ആയിരുന്നു. അതിന് പുറമെ എൻട്രി ഫീയുമുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും. രാത്രി 9 മണിക്കാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അതുവരെയും വേണമെങ്കിൽ കുട്ടികൾക്ക് ഈ ഐസ് സ്കേറ്റിംഗ് ചെയ്യാം. എന്തായാലും പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്ക് എങ്ങനെങ്കിലും ഒന്ന് ഇതിനകത്ത് കയറിയാൽ മതിയെന്നായി. കൊച്ചു കുട്ടികൾക്ക് ഷൂസ് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ കുറേ സേഫ്റ്റി ക്ലിപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൽ കൂടെ നടക്കുമ്പം കാല് മടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും അവർ ഷൂസൊക്കെ ഇട്ട് പതുക്കെ അതിനകത്തോട്ട് കയറി. ആദ്യം കയറിയപ്പോൾ കുറച്ച് പാടായിരുന്നു. അതിൻ്റെ സൈഡിലത്തെ കമ്പിയൊക്കെ പിടിച്ചാണ് നടന്നത്. കുറച്ച് സമയം എടുക്കും ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വലിയ പരിചയമില്ലല്ലോ ഐസ് സ്കേറ്റിംഗ് ചെയ്ത്. ഇതിൻ്റെ ഫ്ലോർ ഐസൊന്നുമല്ല, എന്തോ ഒരു തെന്നുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ടൊന്ന് താഴെ വീണാലും അങ്ങനെ വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല. ഞങ്ങൾ നോക്കുമ്പോൾ ഓരോ പിള്ളേരൊക്കെ മനഃപൂർവ്വം താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ എഴുന്നേറ്റ് പോകുന്നുമുണ്ട്. പിള്ളേർ ഇതിൽ കയറിയോണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ പോസ്റ്റായി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവരിറങ്ങി വരുന്ന ഒരു ലക്ഷണവും ഇല്ല. എല്ലാവരും കൂടെ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ നിന്നു കുട്ടികളുടെ കൂടെ. ഞങ്ങൾ പതുക്കെ അടുത്ത സ്റ്റോളിലേക്ക് നടന്നു. ഇവിടെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. കരകൗശല സാധനങ്ങൾ, ഫുഡ്, ഡ്രിങ്ക്സ്, അങ്ങനെ ഒരുപാട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇത് കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ എണ്ണയിലിട്ട് പൊരിക്കുന്നതിൻ്റെ മണം. കോളിഫ്ലവർ, മഷ്റൂം, സുക്കിനി, അങ്ങനെ പലതരം വെജിറ്റബിൾസ് മാവിൽ മുക്കി വറുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഗ്ലൂ വൈൻ. വൈനിൽ സ്പൈസസ് ഒക്കെ ഇട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ടാണ് ഇവരിത് നമുക്ക് തരുന്നത്. ആ സ്പൈസസിൻ്റെ മണവും ഫ്ലേവറും അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അതുമാത്രമല്ല, ഈ കൊടും തണുപ്പത്ത് ആവി പറക്കുന്ന ചൂടിൽ അത് കുടിക്കുമ്പോൾ ഉള്ള സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുട്ടികൾക്ക് കിൻഡർ പുഞ്ചും ഉണ്ട്. അത് ജ്യൂസിൽ സ്പൈസസ് ഒക്കെ ഇട്ട് ചൂടാക്കി കൊടുക്കുന്നതാണ്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആൽക്കഹോൾ ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഫ്രൂട്ട്സ് സ്ക്വയറിലാക്കിയിട്ട് ചോക്ലേറ്റിൽ മുക്കി വെക്കുന്നതാണ്. അതും വൈറ്റ് ചോക്ലേറ്റിൽ മുക്കിയത്, ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കിയത്, മിൽക്ക് ചോക്ലേറ്റിൽ മുക്കിയത്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതാണ് ലങ്കോസ്. നമ്മുടെ ബട്ടൂരയും പൂരിയും ഒക്കെ പോലെ മുക്കി വറക്കുന്നതാണ്. ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ദേ, ഇയാളത് കൈ കൊണ്ടിങ്ങനെ പരത്തി എടുക്കുന്നത് കാണാൻ നല്ല രസമാണല്ലേ. പൊതുവേ എനിക്ക് പുറത്തിറങ്ങിയ ഭയങ്കര വിശപ്പാണ്. പിന്നെ അതും ഈ തണുപ്പത്ത് നല്ല ചൂടായിട്ട് സാധനങ്ങൾ കിട്ടുമ്പം ആരാ വേണ്ടാന്ന് വെക്കുന്നത്. ലങ്കോസിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പല സാധനങ്ങളും ചേർക്കാം. ഇത് ഗാർലിക് സോസാണേ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് ക്യാപ്സിക്കത്തിൻ്റെ സോസാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ചീസും കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ കുറച്ച് ഹെവിയാണ് സാധനം. ഇതിൻ്റെ മുകളിൽ ഈ ഒഴിക്കുന്നത് സവർ ക്രീമാണേ. അതും നല്ലതാണ്. ഞങ്ങൾ അങ്ങനെ 2-3 വെറൈറ്റി വാങ്ങിച്ചു കേട്ടോ. പ്ലെയിൻ ആയിട്ട് ഗാർലിക് സോസും ക്യാപ്സിക്കം സോസും മാത്രം ഇട്ടതും, ചീസ് ഇട്ടതും, ചീസ് ഇടാത്തതും, സവർ ക്രീം ഇട്ടതും ഇടാത്തതും, അങ്ങനെ കുറേ വാങ്ങി. അപ്പോഴത്തേനും ഞങ്ങളുടെ കുട്ടികളും എത്തി. പിന്നെ അവർക്ക് വന്ന പാടെ വിശപ്പും തുടങ്ങി. എൻ്റെ മോനാണെങ്കിൽ ചീസും സവർ ക്രീമും ഒക്കെ ഇട്ട സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോളാണെങ്കിൽ നേരെ വിപരീതമാണ്. ചീസ് ഇട്ട് ഒരു സാധനവും കഴിക്കാൻ ഇഷ്ടമല്ല. അതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേന് കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി അവരുടെ കൂടെ വന്നേക്കുവാണ്. ഇത് ഒരെണ്ണത്തിന് 4.5 യൂറോ ആണ് കേട്ടോ വില. ഇത് കണ്ടോ നിങ്ങൾ, ചില്ലി ചോക്ലേറ്റിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചില്ലിക്ക് വല്ല എരിവൊന്നും കാണത്തില്ല കേട്ടോ. അതിൻ്റെ അടുത്തിരിക്കുന്നത് ആപ്പിളാണേ. പിന്നെ മിക്സ്ഡ് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഓരോ ഫ്രൂട്ട്സും ചോക്ലേറ്റിൽ മുക്കിയതുണ്ട്. അങ്ങനെ പല വെറൈറ്റിയിൽ ഏത് ചോക്ലേറ്റിൽ മുക്കി വേണേലും നമുക്ക് കിട്ടും. എന്തായാലും പിള്ളേർ ഭയങ്കര ഹാപ്പിയായി. അവർക്ക് പിന്നെ ചോക്ലേറ്റ് കിട്ടിയ വേറൊന്നും വേണ്ടല്ലോ. ഇതേതാ? ത്രൗബൻ. ഓക്കെ, ഗ്രേപ്സ് മാത്രം. കുഞ്ഞിനോ? അതെന്തോ സെയിം ഗ്രേപ്സ് മാത്രം. ഓക്കെ. അമ്മൂന്
മിക്സ് ആ സ്ട്രോബെറി ബനാന ഗ്രേപ്പ് കാണിച്ച് സ്ട്രോബെറി ബനാന ഗ്രേപ്സ്. ഓ, എൻ്റെ മോൻ വാങ്ങിയത് ഹോട്ട് ചോക്ലേറ്റ് വിത്ത് വിപ്പിംഗ് ക്രീമാണ്. പിള്ളേർ വലുതാവും തോറും അവരുടെ ടേസ്റ്റ് ഒക്കെ മാറും. ആവി പറക്കുന്നത് കണ്ടോ? ഇത് ചെസ്നട്ട് പുഴുങ്ങുവാണേ. ഇതിവിടെ ഈ സീസണിൽ മാത്രമേ കിട്ടൂ. ഇപ്പം ഇത് ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ഇത് ബേക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതാദ്യം കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കണം, ഇതിൻ്റെ തോടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യേണ്ടത്. കണ്ടോ, അവർ പല അടുപ്പുകളിലായിട്ട് അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യക്കാർ ഒരുപാടാണേ. ഇത് ചൂടോടെ അന്നേരം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ തോടിൽ അവരൊരു ക്രോസ് ആയിട്ട് വരഞ്ഞിടും. അതുകൊണ്ട് പിന്നീട് കഴിക്കാൻ നേരം തോട് പൊളിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനൊരു മധുരക്കിഴങ്ങിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതിന് എന്തിൻ്റെ ടേസ്റ്റാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വീണ്ടും ഞങ്ങൾ അടുത്ത സ്റ്റോളുകൾ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഇവിടെ ഒരുപാട് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്റ്റോളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചുറോസ്. ഇതും എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന സാധനമാണേ. സ്വീറ്റാണ് സംഭവം. ഈ പൊരിക്കുന്നതിൻ്റെ മുകളിൽ കാണുന്ന ഈ സ്റ്റീലിൻ്റെ മെഷീനിൽ കൂടാണ് ഈ മാവ് ഈ ഷേപ്പിൽ അവർ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നത്. ഇപ്പുറത്തൊരു ബേസിൻ ഇരിപ്പുണ്ട്. അതിനകത്ത് സിനമൺ പൗഡറും ഷുഗറും കൂടെയുള്ള മിക്സാണ്. ഈ വറുത്ത് കോരുന്ന ചുറോസ് അതിനകത്തോട്ടാണ് ഇടുന്നത്. ഇതും സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇതാണ് ക്ലാസിക് ചുറോസ്. ഇനി ഇതല്ലാതെ ഇതിൻ്റെ പുറത്ത് ന്യൂട്ടല്ല ഇട്ടതും കിട്ടും. എനിക്ക് ക്ലാസിക് ചുറോസാണ് കൂടുതൽ ഇഷ്ടം. പെണ്ണുങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാന്ന് തോന്നുന്നു ഇവിടെ കുറേ ജ്വല്ലറിയുടെ സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല രസമാണ് കേട്ടോ കാണാൻ. പക്ഷേ അതിൻ്റെ വില കണ്ട നമ്മുടെ ഉള്ള ബോധം കൂടെ പോവും. ഇത്രയൊക്കെ വില കൊടുത്ത് ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കുമോ എന്തോ. ഈ സ്റ്റോൾ കണ്ടോ, തോലും കൊണ്ടുണ്ടാക്കിയ ഫ്ലോർ മാറ്റ്സും കാർപ്പറ്റ്സും ഷൂസും ഒക്കെ കിട്ടും ഇവിടെ. ആ ഷൂസിൻ്റെ വിലയൊന്ന് നോക്കി, 70 യൂറോ. വില കണ്ടിട്ട് ഒറിജിനൽ തോലാന്നാ തോന്നുന്നത്. എന്തായാലും എനിക്ക് ഇവിടുന്ന് ഇതൊന്നും വാങ്ങിക്കാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷെ കാണാൻ നല്ല രസമാണല്ലേ, നല്ല കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴേ ക്രിസ്മസ് മാർക്കറ്റ് ഒരു ക്രിസ്മസ് മാർക്കറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും എത്ര തണുപ്പാന്നേലും നമ്മൾ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ വരുന്നത്. ആ വൈബ് ഒരു ഒന്നൊന്നര വൈബാണ് കേട്ടോ. ഈ എർലങ്കനിലെ ക്രിസ്മസ് മാർക്കറ്റ് കുറച്ച് ചെറുതാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ തീരെ കുറവാണ്. ന്യൂംബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ് നല്ല വലുതാണ് കേട്ടോ. അതിനെ ക്രിസ്കിൻഡൽ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഭയങ്കര ഫേമസ് ആണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കൈയും കാലും ഒക്കെ തണുത്തു മരവിച്ചു. ഇനി എന്നാൽ ഞങ്ങൾ വീട്ടിൽ പോട്ടെ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.